الله تعالى في القرآن الكريم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകൾ സദാ ജാഗരൂകരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവൻ നയിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും എന്നോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, അമൽസ്വാലിഹാത്തുള്ള ആരാധന കർമ്മങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി നമ്മെപ്പോലെ കിടന്നുറങ്ങിയ, നമ്മെപ്പോലെ സന്തോഷിച്ച ഒരു വലിയ സമൂഹമായിരുന്നു ചുരുളിമലയിലെയും മുണ്ടക്കയിലെയും നമ്മുടെ സഹോദരിമാർ. നമുക്ക് അവിടെയുള്ള രംഗങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ നാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് പിടയുകയാണ്, നമ്മുടെ മനസ്സ് ഉലയുകയാണ്. നമ്മളെപ്പോലെ സന്തോഷത്തിൽ, സമാധാനത്തിൽ ജീവിച്ച ആ സമൂഹം ഒരു നിമിഷം കൊണ്ട് ആ നാട് മൊത്തം അവിടെ ജനവാസമില്ലാത്ത രൂപത്തിലേക്ക് നിരപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ധാരാളം പ്രളയങ്ങളും ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉരുൾപൊട്ടലുകളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു ദുരന്തം ഈ ഒരു സമയത്തുണ്ടായതാണ്. ഇപ്പോൾ നാം അറിഞ്ഞിരിക്കുന്നത് 290-ലധികം ആളുകൾ ആ ദുരന്തത്തിൽ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഗുരുതരമായ പരിക്കുകൾ പറ്റിക്കൊണ്ട് ആശുപത്രിയിലാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ ആഗ്രഹിച്ച് അവരുടെ വരവും കാത്തിരിക്കുകയാണ്. ഒരു വീട്ടിലെ 17ഓളം അംഗങ്ങൾ ഒറ്റയടിക്ക് അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. മക്കൾക്ക് ഉപ്പമാര് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെയുള്ള ഓരോ രംഗങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കേൾക്കാൻ പോലുള്ള മാനസിക അവസ്ഥയിലല്ല നമ്മളുള്ളത്. അപ്പൊ അവിടെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും ധാരാളം ആളുകളെ കണ്ടെത്താനുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ധൈര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി കേരളം എന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകരാഷ്ട്രങ്ങൾ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ അറിയിച്ചത് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നാണ്. ലോകത്തെ തന്നെ നടുക്കിയ ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. ഈ ഒരു ദുരന്ത മേഖലയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
അസ്നാനി മിഷ്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ചീർപ്പിന്റെ പല്ലുകളെ പോലെ എല്ലാവരും ഒന്നിച്ച്, അവിടെ ജാതിയോ മതമോ വർഗമോ സംഘടനാ പക്ഷപാതിത്വമോ ഒന്നുമില്ലാതെ എല്ലാവരും തങ്ങളുടെ സഹോദരങ്ങളുടെ അവസാനത്തെ ശ്വാസം നിലക്കുന്നതിന് മുമ്പ് അവരെ പിടിച്ച് ജീവിതത്തിലേക്ക് കൈയുയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലവെള്ളപ്പാച്ചിലേക്ക് അവർ ഇറങ്ങുകയാണ്. സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് അവർ അവിടെ എല്ലാ അർത്ഥത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. അവരെ കൈമറന്ന് സഹായിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ധാരാളം വിഭവങ്ങളുമായി ഓരോ ട്രക്കുകളും വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈന്യവും NDRF-ഉം ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളുമെല്ലാം ഒന്നിച്ച് ആ നാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇവിടെയാണ് മനുഷ്യന്റെ വറ്റാത്ത പ്രയാസങ്ങൾക്കിടയിലും നമ്മെ സന്തോഷിപ്പിക്കുന്നത് അത് തന്നെയാണ്. അവരുടെ ഉറവറ്റാത്ത ആ സ്നേഹം, മനുഷ്യ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഈ ദുരന്തം നമ്മെ ധാരാളം പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഖുർആനിന്റെ പരിപ്രേക്ഷ്യത്തിൽ നാം ഈ ദുരന്തത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഈ ദുരന്തത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാൻ കഴിയും. ഒന്നാമതായി, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനായ അല്ലാഹുവിന്റെ നിയമമാണ്, അലിഖിതമായ വിധിയാണ് എന്ന് നാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ധാരാളം നിരീശ്വരവാദികളായ ആളുകൾ ദൈവമുണ്ടായിട്ട് എന്ത്, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന അമ്പലങ്ങള് പള്ളികളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ വല്ലാതെ ഇസ്ലാമിനെയും മറ്റ് മതസമൂഹങ്ങളിലെ ദൈവങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് സുനനുല്ലാഹ്, അല്ലാഹുവിന്റെ ദൈവികമായ നടപടികളാണ്, പ്രാപഞ്ചികമായ നിയമത്തിന്റെ ഭാഗമാണിത്. ഇവിടെയാണ് ചില ആളുകൾ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന്. എത്ര വലിയ തെറ്റായ വർത്തമാനമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോക മുസ്ലിം പണ്ഡിത സഭയുടെ മുൻ പ്രസിഡന്റ് വിഖ്യാത പണ്ഡിതൻ അഹമ്മദ് റൈസൂനി ഇതിനെ കുറിച്ച് പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങളെ ദൈവശിക്ഷയാണെന്ന് വാദിക്കുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഇത്തരം അപകടങ്ങളൊന്നും അള്ളാഹുവിന്റെ ശിക്ഷയല്ല. ഇതൊന്നും അള്ളാഹുവിന്റെ ദൈവ കോപമല്ല, പ്രകൃതിയുടെയും കോപവുമല്ല. അള്ളാഹു ഇന്ന നാടിനെ, പട്ടണത്തെ, ജനതയെ ഇങ്ങനെ നശിപ്പിക്കുമെന്ന് അവർക്ക് അള്ളാഹുവിന്റെ വെളിപാട് നൽകിയിട്ടുണ്ടോ? ഇതാണ് റൈസൂനി ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളും ചോദിക്കേണ്ടത്. തിങ്കളാഴ്ച രാത്രി കിടന്നുറങ്ങുന്നത് വരെ അവർക്ക് നാളെ ഞങ്ങൾ ഭൂമിക്കടിയിലാണ്, അള്ളാഹുവിലേക്ക് എത്തേണ്ടവരാണെന്നും ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഉണ്ടാവേണ്ടതെന്നും അവർക്കറിയുമോ? ഇല്ല. അതാണ് ഖദറിലുള്ള വിശ്വാസം നമുക്കുണ്ടാവണം, നമുക്ക് ഉണ്ടായേ തീരും. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഒരു മുസ്ലിമിനെ കടകളെല്ലാം മുസ്ലിമാക്കി മാറ്റുന്നത്. അജബൽ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ ഇദാ അസാബതുഹു ളർദാഉ സബറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ളർദാഉ ശക്ര ഫകാന ഖൈറൻ ലഹു. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മുസ്ലിമിന്റെ കാര്യം അത്ഭുതാവഹമാണ്. അവന് വല്ല പ്രയാസവും ഉണ്ടായാൽ അവൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് അവൻ സ്വാഭിനീകളിൽപ്പെട്ടവനാകും, ക്ഷമയുള്ളവനാകും. നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോരുത്തരുടെ വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട്.
ഉടുമുണ്ട് മാത്രമുള്ള ഈ ധരിച്ച വസ്ത്രം മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം പോയി. അത് അള്ളാഹു എനിക്ക് നൽകിയതല്ലേ, ദൈവം എനിക്ക് നൽകിയതല്ലേ, അത് പോട്ടെ, എന്റെ ജീവൻ അള്ളാഹു രക്ഷിച്ചല്ലോ. ചില ആളുകൾ പറയുന്നത്, ഒരു തെങ്ങ്, ആ തെങ്ങിലേക്ക് വലിയ അർത്ഥത്തിലുള്ള ഈ ഉരുൾപൊട്ടൽ വന്നപ്പോ അത് പിടിച്ചു നിർത്തിയത് കൊണ്ട് അവിടെ അവർ രക്ഷപ്പെട്ടു. ചില ആളുകൾ പറയുന്നത്, വലിയ മലവെള്ളപ്പാച്ചിൽ വന്നപ്പോ നേരെ മലമുകളിലേക്ക് കയറിപ്പോവുകയാണ്. കയറിപ്പോകുമ്പോ ഒരു കൊമ്പനാന, ആ കൊമ്പനാനയോട് ഇവർ പറയുന്നുണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന്. അങ്ങനെയും രക്ഷപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഈ സ്കൂൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ നാട് മൊത്തം നശിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടെയും അള്ളാഹുവിന്റെ വിധിയാണ്. ആ സ്കൂളില്ലെങ്കിൽ അള്ളാഹു വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. നാം ഖദറിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ദൈവശിക്ഷയാണ് എന്ന് പറയുമ്പോൾ നാം ആലോചിച്ചു നോക്കണം, ഈ പഞ്ചപാവങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ദൈവശിക്ഷയ്ക്ക് നിമിത്തമായി ആദും സമൂദ് ഗോത്രവും ചെയ്ത തെറ്റുകൾ, മലകൾ തുറന്ന് വീടുകളും രമ്യഹർമ്മങ്ങളും ഉണ്ടാക്കിയ സമൂഹം, അതുപോലെ ലൂത്ത് നബിയുടെ സമൂഹം സ്വർഗ്ഗനദിയിൽ അടരാടിയ സമൂഹം, ഇങ്ങനെയുള്ള മുൻകാല സമുദായങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് അള്ളാഹു തന്നെ അവർക്ക് ശിക്ഷ ഇറക്കി കൊടുത്തത്. അതുകൊണ്ട് ഇത് നാം മനസ്സിലാക്കണം, ഈ ദുരിത മേഖലയിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായതല്ല, മറിച്ച് അള്ളാഹുവിന്റെ വിധിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമിക്കാനുള്ള കഴിവ് നമ്മെ അള്ളാഹു പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സംഗതി കൂടിയുണ്ട് ഇതിൽ. നാം പറയുന്നത് ദൈവശിക്ഷയാണെന്ന് പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ട് മരണപ്പെടുന്നവർക്ക് അള്ളാഹു രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകുമെന്ന്. അപ്പൊ അള്ളാഹു പ്രകൃതി വിപത്തുകളെ ദൈവത്തിന്റെ ശിക്ഷയായി നാം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ ശിക്ഷകൾക്ക് വിധേയരായവരെ പരലോകത്ത് അള്ളാഹു രക്തസാക്ഷിയുടെ പദവി നൽകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നാം വയനാട് ദുരന്തം പറയുന്നു. ലോകത്ത് മനുഷ്യവാസം ആരംഭിച്ചത് മുതൽ തന്നെ പ്രകൃതി ദുരന്തങ്ങൾക്ക് മനുഷ്യകുലം സാക്ഷിയായിട്ടുണ്ട്. അവിടെ മനുഷ്യൻ പ്രകൃതിയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് പണ്ട് തന്നെ പഠനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യന്റെ അന്വേഷണങ്ങൾക്ക്, പ്രതിരോധങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യന്റെ തന്നെ പഴക്കവുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, പ്രകൃതിയുടെ മേൽ മനുഷ്യന് യാതൊരു അധികാരവും ഇല്ല എന്നതാണ്. ഈ പ്രകൃതി എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായ റബ്ബുസ്സമാവാതി വൽ അർള്, അർശിസ്സമാവാതി വൽ അർള്, ആ അല്ലാഹുവിന് മാത്രമാണ് ഈ ലോകത്തിന്റെ സകല ചരാചരങ്ങളുടെയും ഉടമസ്ഥാവകാശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അറിവോ അനുവാദമോ കൂടാതെ ഒരു ഇല പോലും വീഴുകയില്ല, ഒരു കല്ല് പോലും തൽസ്ഥാനത്ത് നീങ്ങുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, വഇൻദഹു മഫാത്തിഉൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അബൗദ്ധിക കാര്യങ്ങളുടെ താക്കോലുകൾ അല്ലാഹുവിന്റെ വശമാണ്, അവനല്ലാതെ അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുള്ളതും അവൻ അറിയുന്നു. വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഭൂമിയുടെ ഉൾഭാഗത്ത് ഒരു ധാന്യമണിയോ പച്ചയും ഉണങ്ങിയതുമായ ഏതെങ്കിലും ഒരു വസ്തുവോ ഒരു ഇലയോ അത്
അനങ്ങണമെങ്കിൽ അള്ളാഹുവിന്റെ കൃത്യമായ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയതല്ലാതെ അനങ്ങുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ അള്ളാഹുവാണെല്ലാം എല്ലാ അർത്ഥത്തിലും പരിപാലിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര തന്നെ സാങ്കേതികമായി വികസിച്ചാലും, എത്ര തന്നെ നമ്മൾ ചന്ദ്രനിലേക്കും പരമാണുവിലേക്കും സൂക്ഷ്മാണുവിലേക്കുള്ള ശാസ്ത്രജ്ഞമായിട്ടുള്ള കണ്ടെത്തൽ കണ്ടെത്തിയാലും നാം മനസ്സിലാക്കണം, എത്ര തന്നെ മനുഷ്യൻ വളർന്നാലും അവൻ പ്രകൃതി ദുരന്തങ്ങളുടെ മുമ്പിൽ, അതുപോലെ തന്നെ പ്രയാസങ്ങളുടെ മുമ്പിൽ അവൻ നിസ്സഹായനാണ്, ദുർബലനാണെന്ന്. ചീരൂരിൽ നമുക്കറിയാം, അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് ഇന്നും ഒരു അർത്ഥത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിലെ ഏത് കാര്യങ്ങളായാലും ദൈവത്തിന്റെ അലംഘനീയമായ വിധിയാണ്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഉഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഭൂമിയിലോ നിങ്ങളിലോ ഒരു വിപത്തും അനുഭവിക്കുകയില്ല, നാം അത് മുമ്പേ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. അഥവാ ആ ഖദറിലെ വിശ്വാസം നമ്മെ കൂടുതൽ വിനയാനിതരാക്കി മാറ്റേണ്ടതാണ്, കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ഒരു വിധിയെ തടുക്കുവാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുകയില്ല. എത്ര വലിയ ടെക്നോളജി ഉണ്ടായിട്ടും കാര്യമില്ല, ആ വിധിയെ ഒരാൾക്കും തടുക്കുവാൻ കഴിയില്ല. പ്രകൃതി ദുരന്തങ്ങൾ ദുർബലരായ മനുഷ്യരെ മാത്രമാണ് എല്ലാ അർത്ഥത്തിലും ബാധിക്കുന്നതെന്ന ഒരു ചർച്ച നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നടക്കുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, വികസിതമായ അതുപോലെ തന്നെ സമ്പന്നമായ വൻ പട്ടണങ്ങളിൽ വലിയ വലിയ അർത്ഥത്തിലുള്ള ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ജീവൻ തുടച്ചു നീക്കുന്ന നാഗരികതകൾ പോലും അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന അർത്ഥത്തിലുള്ള വലിയ അർത്ഥത്തിലുള്ള ഭൂകമ്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിധിയാണിത്. 2023 നടന്ന തുർക്കിയിൽ നടന്ന ഭൂകമ്പം, ആ ഭൂകമ്പത്തിൽ 50,753 പേരാണ് ആ ഒരു ഭൂകമ്പത്തിലൂടെ മരണപ്പെട്ടത്. അതോടൊപ്പം നടന്ന സിറിയയിൽ നടന്ന ആ ഒരു ഭൂകമ്പത്തിൽ 8,476 പേര് മരണപ്പെട്ടു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നത് വികസിത രാഷ്ട്രമായ ജപ്പാനിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 2023 ഭൂകമ്പങ്ങൾ 155 ഭൂകമ്പങ്ങളാണ് ജപ്പാനിൽ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കണക്കുകൾ പറയുന്നത് നമുക്ക് എന്തോ അർത്ഥത്തിലുള്ള ശിക്ഷകൾ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നവർക്ക് കൃത്യമായ മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ വിധിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരമായി നമ്മൾ ഇതിനെ കാണണം. നമ്മൾ അള്ളാഹു നൽകിയ ഈ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുന്നവരായി മാറണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, നാം വിചാരിക്കേണ്ടതില്ല ഈ ഭൂമി സുരക്ഷിതമായ താവളമാണെന്ന്. എന്നാണ് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചത്. നീ ഭൂമിയിൽ ആരാവണം? നീ ഒന്നുകിൽ ഒരു വഴിയാത്രക്കാരനായി മാറണം, അല്ലെങ്കിൽ ഒരു വിദേശിയായി മാറണം. നീ വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടെ തന്നെ ജീവിക്കാനല്ല, നാട്ടിൽ വന്ന് സമാധാനത്തോടുകൂടി ജീവിക്കാനാണ്. അതുപോലെ നീ യാത്ര ചെയ്യുമ്പോ ആ യാത്ര ചെയ്യുന്നിടത്ത് എനിക്കൊരു ഇടത്താവളം മാത്രമാണ്, അല്ലാതെ നീ യാത്ര ചെയ്ത് അവിടെ തന്നെ തങ്ങാനല്ല. അതേപോലെ തന്നെയാണ് മനുഷ്യൻ ഇവിടെ അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ വിത്തുകൾ ഇറക്കി നല്ല സ്വാലിഹാത്തായ അമലുകൾ ചെയ്ത് നാളെ പരലോകത്ത് അതിനെ വിളവെടുപ്പ് നടത്തുന്നിടത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യർക്കുള്ള പാർപ്പിട മാത്രമാണ് ഭൂമിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. ഭൂമിയിൽ നിങ്ങൾക്ക് താമസ സൗകര്യമുണ്ട്, നിശ്ചിത കാലം വരെ ജീവിത വിഭവങ്ങളും. അതുകൊണ്ട്
ഭൂമി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ശാശ്വതമായി ജീവിക്കാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന ദുനിയ മതാഉൽ ഗുറൂർ, ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചന ചരക്കാണെന്നാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയുടെ യജമാനൻ നമ്മളല്ല. നമ്മൾ വിചാരിക്കും മലകളെല്ലാം എല്ലാ അർത്ഥത്തിലും അതിനെ കീറിക്കളയുമ്പോ, നാം മലകളെല്ലാം വെട്ടി നിരത്തുമ്പോ, വയലുകളെല്ലാം വെട്ടി നിരത്തുമ്പോ നാം മനസ്സിലാക്കണം, ഇത് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥക്ക് വലിയ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആയുസ് വരെ നമുക്ക് ജീവിക്കാൻ കഴിയും. ആ ഒരു ആയുസ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരർത്ഥത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയില്ല. അള്ളാഹുവിന്റെ വിധിയാണ്. അതുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, ആഘാതങ്ങൾ ഉണ്ടാകുമ്പോ ഇത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട സമയമാണിത്. നമ്മുടെ നാടുകളിലും മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നശിച്ച മഴ എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹു തന്നെയാണ് കാലമെന്ന് അനദ്ദഹർ എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകനടുത്തേക്ക് കുറെ ആളുകൾ എഴുന്നേറ്റ് വരികയാണ്. പ്രവാചകൻ ഖുതുബ പറയാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ബഹളം കൂട്ടി. എന്നിട്ട് പറഞ്ഞു, തഹദ്ദമത്തുൽ ബുയൂത് വൻഖതഅസ് സബീൽ ഫദ്ഉല്ലാഹ യഹ്ബിസുഹാ അന്നാ. പ്രവാചകരെ, ഞങ്ങളുടെ വീടുകൾ പൊളിഞ്ഞു വീണിരിക്കുന്നു, എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു, മഴ നിർത്തുവാൻ അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മോടും കൽപ്പിച്ചു. മഴ അധികമായാൽ, അധികവീഴുകയും ചെയ്താൽ നാം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആഖാമി വൽ ളിറാബ് വബുതൂനിൽ ഔദിയ വമനാബിത്തിശ് ശജർ. അല്ലാഹുവേ, ഈ മഴയെ നീ ചുറ്റുഭാഗങ്ങളിലേക്ക്, വൃക്ഷങ്ങൾക്കിടയിലേക്ക് ആക്കണമേ. ഇതിനെ ഒരിക്കലും ശിക്ഷയായി ഞങ്ങളിലേക്ക് നീ ആക്കരുത്. ഇത് മേച്ചിൽ സ്ഥലങ്ങളിലും മലകളിലും തായ്വാരങ്ങളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ റസൂലുമെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിയുടെ തന്നെ ആ മഴമേഘങ്ങൾ മദീനയുടെ അന്തരീക്ഷത്തിൽ നീങ്ങിപ്പോയതായി നമുക്ക് ഹദീസുകളിലെ കാണാൻ കഴിയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തുക. അതുപോലെ തന്നെ അന്ത്യനാളിന്റെ അടയാളമായിട്ടും ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ത്യനാൾ ആസന്നമാകുന്നതോടെ ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് പരീക്ഷണമാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം നമുക്ക് പരീക്ഷണമാണ്. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, ജീവനാദികളുടെ നഷ്ടം കൊണ്ട്, വിളനാശം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോഴൊക്കെ ക്ഷമിക്കുന്നവർക്ക് ശുഭവാർത്ത അറിയിക്കുക എന്നാണ് പറഞ്ഞത്. അഥവാ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഇന്നല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്നതും ഇങ്ങനെ ക്ഷമിക്കുന്നവരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം എല്ലാ അർത്ഥത്തിലും സകല സൗഭാഗ്യങ്ങൾ ലഭിക്കുമ്പോഴും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇഹലോകത്തിന്റെ നശ്വരതയെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്നലെ വരെ നമ്മൾ അഹങ്കരിച്ച് നടന്നവരായിരുന്നു. ഇന്നലെ വരെ നാം താൻ പോരിമ നടിച്ചവരായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാം അഹങ്കരിച്ച് താൻ പോരിമ നടിച്ച് നടന്നു. ഇന്നാവുമ്പോഴേക്ക് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞത്, മനുഷ്യന്റെ മരണം എന്ന് പറഞ്ഞത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ
സായിഖത്തുൽ മൗത്ത്. ഏത് സമയത്ത് എവിടെ വെച്ച് എന്ന് നമുക്കറിയില്ല. ആ സമയം എത്തുമ്പോ എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ദുരന്തത്തിൽ നിന്ന് നമുക്കറിയാം, ഒരു കുട്ടിയെ തന്റെ ഉപ്പാപ്പ വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ദുരന്തത്തിലകപ്പെട്ട അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ അർത്ഥത്തിൽ ദുരന്തങ്ങൾ, മരണങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനത്ര തന്നെ സാമ്പത്തികമായും അതുപോലെ തന്നെ സാമൂഹികമായും സാങ്കേതികമായും വളർച്ച ഉണ്ടായാലും ഇങ്ങനെയുള്ള ദുരന്തങ്ങളുടെ മുമ്പിൽ പകച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ദുരന്തങ്ങൾ പ്രകൃതി നിമിഷമാ മാത്രമല്ല മനുഷ്യനിർമ്മിതം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട്, നമ്മുടെ ആർത്തി കൊണ്ട് നാം ഏതെല്ലാം അർത്ഥത്തിൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കി എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നിന്ന് പിന്മാറാനുള്ള ഒരു മുൻകരുതലാണ്, മുന്നറിയിപ്പാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് പരീക്ഷണമായും അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിയായും നൽകിയിരിക്കുകയാണ്. അല്ലാഹുവേ, ഈ അർത്ഥത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ആ അർത്ഥത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് നീ താങ്ങും തണലുമാവാൻ, ശാരീരികമായും സാമ്പത്തികമായും സേവന സന്നദ്ധരാവാനുള്ള തൗഫീഖും ആഫിയത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും ഇന്നഹു ഗഫൂറുർ റഹീം.